തർക്കം അവസാനിപ്പിക്കാം. ശരി, രാഹുൽ താങ്കളുടെ നിലപാട് കൂടി പറയൂ ഈ വിഷയത്തിൽ. രാഹുൽ കൂടിയുണ്ട്. രാഹുൽ ഈശ്വർ താങ്കളുടെ നിലപാട് കൂടി പറയൂ. സമയം തീരാറിയാതാണ്. മഞ്ജുശ്രീ, 2-3 കാര്യങ്ങൾ. ഒന്ന്, പാർവതി, മാലാ പാർവതി മാഡം അല്ല, പാർവതി എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ചാണ് നമ്മുടെ മീഡിയ ലൈഫൊക്കെ തുടങ്ങുന്നത്. പാർവതി കിരണിലായിരുന്നു. എനിക്കൊരു 16 വയസ്സോട്ട് അറിയാവുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ബ്രില്യൻ മൈൻഡ്സ് ആണ് പാർവതി ഒരു ലെഫ്റ്റ് ലിബറൽ മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിയാണ്. പാർവതിയുടേതായ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ ഈ മാലാ പാർവതി മാഡത്തോട് ഞാൻ ഒരു കാര്യത്തിൽ യോജിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ മാലാ പാർവതി മാഡം അങ്ങനെ ബോട്ടാണ്, കാശാണ്, ലാഭം നോക്കി പറയുന്നത് വളരെ അന്യായമാണ്. അവരുടെ നിലപാടിനെ നമുക്ക് എതിർക്കാതിരിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരു മോട്ടീവ് അതിൻ്റെ പിന്നിലുണ്ടെന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. അത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയാണോ നമ്മൾ ചിന്തിക്കണം. കാരണം ഞങ്ങളൊക്കെ സ്ത്രീപക്ഷം, ഞാനൊക്കെ പുരുഷപക്ഷത്ത് നിൽക്കുന്നവരാണ്. ഞങ്ങൾ സ്ത്രീപക്ഷത്ത് നിൽക്കുമ്പം സ്ഥിരം സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നത് ഒരു ഭാഗ്യലക്ഷ്മി ചേച്ചി അല്ലെങ്കിൽ ശ്രീമതി ഭാഗ്യലക്ഷ്മിയാണ്, ശ്രീമതി മാലാ പാർവതിയാണ്, മിനി മാഡം അടക്കമുള്ളവരാണ്, പിന്നീട് രഞ്ജിനി മാഡം അടക്കമുള്ളവരാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു വ്യക്തിഹത്യയോ അല്ലെങ്കിൽ ഇവർക്ക് മറ്റ് ഇൻറ്റൻഷൻ ഉണ്ടോ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. നിലപാടുകളെ എതിർക്കാം, തർക്കങ്ങളാകാം, നിയമപരമായി ശ്രീജിത്ഭായ് ചൂണ്ടിക്കാട്ടിയ പോലെ കാര്യങ്ങളാകാം. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു മോട്ടീവ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു കാരണവശാലും ശരിയല്ല. 2, ഹേമ കമ്മിറ്റി ചരിത്രപരമാണ്. ഞാനത് പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. മഞ്ജുഷ്ടിയോടക്കം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഹേമ കമ്മിറ്റി തിരൂന്ന് ആദ്യം മുതലേ ചൂണ്ടിക്കാണിച്ചൊരു വ്യക്തിയാണ് ഞാൻ. കാര്യം പല കേസും പലർക്കും എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഭാഗ്യലക്ഷ്മി മാഡം മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 35 വർഷം മുമ്പ് ഒരു ദുരനുഭവം ഉണ്ടായി. എങ്ങനെ ഇത് പ്രൂവ് ചെയ്യോ ഡിസ്പ്രൂവ് ചെയ്യോ ചെയ്യും? നമുക്ക് പലപ്പോഴും അവരെന്തുകൊണ്ട് 35 വർഷം മുമ്പ് എന്ന് പറഞ്ഞൊരു കാര്യം ചോദിക്കാം. പക്ഷേ ചില കാര്യങ്ങളിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്, ഒരു ഇമോഷണൽ ട്രോമയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഒരു കാരണവശാലും CPM അനുകൂലിയല്ല, അതിശക്തമായി CPM-നെ എതിർക്കുന്ന വ്യക്തിയാണ്. പക്ഷേ സജി ചെറിയാൻ മന്ത്രി അടക്കം വളരെ അവധാനതയോടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വളരെ അവധാനതയും പോസിറ്റീവായിട്ടാണ് കാര്യം കൈകാര്യം ചെയ്തത്. ഇനി ഒരു കോൺക്ലേവ് വേണം, നിയമ നടപടി വേണം. നമ്മൾ ഈ ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുന്നതിന് പകരം ഭാവിയിലേക്ക് എന്തൊക്കെ ചെയ്യാം, ഹെൽപ്പ് ലൈൻ ആകട്ടെ, പുതിയ നിയമമാകട്ടെ, പുതിയ പോളിസി ആകട്ടെ, അങ്ങനെ വേണം. ഹേമ കമ്മിറ്റി ചരിത്രപരമാണ്. ഇനിയും ഈ പെർവേർട്ടുകൾക്ക് ഒരു പേടിയുണ്ടാകും. ഇനി നാളെ ഒരു പെൺകുട്ടിയോട് ഒരു സെക്ഷൽ ഫേവർ ചോദിക്കുമ്പോഴോ എന്തെങ്കിലും മോശം പറയുമ്പോഴോ ഇങ്ങനെ ഭാവിയിൽ പ്രശ്നമുണ്ടാകാമെന്നൊരു പേടിയെങ്കിലും ഉണ്ടാകും. ആ ഒരു പോസിറ്റീവിൽ നിങ്ങൾക്ക് ഒന്നിച്ചൂടെ? ആ ഒരു പോസിറ്റീവിൽ നിങ്ങൾക്ക് സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം പരസ്പരം അടികൂടും കാണുമ്പോൾ വെളിയിൽ നിൽക്കുന്ന എനിക്ക് പോലും വിഷമം തോന്നുന്നുണ്ട്. ഞാനും രഞ്ജിനി ഇപ്പോൾ അങ്ങനെയാണല്ലോ കാണുന്നത്. സ്ത്രീപക്ഷത്ത് നിൽക്കുന്നവരാണ്